ലാപ്ടോപ്പിൽ വിൻഡോസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഓൺ ചെയ്തതിന് ശേഷം നമ്മുടെ ബയോസ് കീ ഏതാണോ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇത് ലെഫ്റ്റ് ആണ് ബയോസ് കീ, ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്തപ്പോൾ ബയോസിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബൂട്ട് കോൺഫിഗറേഷനിൽ പോയിട്ട് നമ്മളിപ്പോൾ കണക്ട് ചെയ്തേക്കുന്ന പെൻഡ്രൈവ് ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷനായിട്ടൊക്കെ എടുക്കണേ, അത് ഞാൻ ആ ഏരോ പിടിച്ച് നോക്കിയപ്പോൾ ഫസ്റ്റ് ഓപ്ഷനായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചേഞ്ച് കൊടുത്ത് ഓക്കെ കൊടുത്ത് എക്സിറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെൻഡ്രൈവിൽ നിന്ന് ബൂട്ടായിട്ട് വരുന്നതാണ് കാണുന്നത് കേട്ടോ. പെൻഡ്രൈവിൽ നിന്ന് ബൂട്ടായി വന്നതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് കൊടുത്തേക്കണതിന് പകരം ഇംഗ്ലീഷ് ഇന്ത്യ കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള US ഓട്ടോമാറ്റിക്കലി അപ്പോൾ ഇംഗ്ലീഷ് ഇന്ത്യ എന്ന് വരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിക്കുക, ഇൻസ്റ്റാൾ നൗ കൊടുക്കുക. ഇതിൽ ഐ ഡോണ്ട് ഹാവ് പ്രൊഡക്റ്റ് കീ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ വിൻഡോസ് 11 Pro 64 ബിറ്റാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അത് സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ ഹോം എഡ്യൂക്കേഷനൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ ഏതാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് അടിക്കുക കേട്ടോ. എന്നിട്ട് ഐ ആക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ ഇൻസ്റ്റാൾ വിൻഡോസ് ഓൺലി ആ ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഫുൾ ഫോർമാറ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ഡ്രൈവുകളും ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്യണം കേട്ടോ. എല്ലാ ഡ്രൈവുകളും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പുതിയ പാർട്ടീഷൻ കൊടുക്കണം കേട്ടോ. ഇതിൽ ന്യൂവിൽ പോയിട്ട് നമ്മളുടെ എത്ര GB ആണോ നമ്മൾ സി ഡ്രൈവ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ അതിൻ്റെ എമൗണ്ടാണ്, അത് MB ആയിട്ടാണ് ഇതിൽ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു 150 GB ആണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 150 GB ഇൻറ്റു 1024 എന്നിട്ടിട്ട് ഗുണിച്ചിട്ട് കിട്ടുന്ന ആ ഒരു സംഖ്യയാണ് നമ്മളവിടെ MBയിൽ അവിടെ കൊടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, 150 GB കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കറക്റ്റായിട്ട് വരണമെന്നൊന്നുമില്ല, നമുക്ക് 120 130 നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇപ്പോൾ 1024 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 GB എന്ന് പറയുന്നത് 1024 MB ആണല്ലോ. അപ്പോൾ ആ ഒരു കണക്ക് വെച്ചിട്ട് ഞാൻ 150 ഇൻറ്റു 1024 ഗുണിക്കുമ്പോൾ കിട്ടണ എമൗണ്ട് ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് അപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു 149.9 GB നമുക്ക് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 326.9 GB നമുക്ക് വേണമെങ്കിൽ 100ഉം 200 സംതിങ് അങ്ങനെയായിട്ട് കൊടുക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പകുതിയായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ സി ഡ്രൈവ് നമ്മൾ ഓൾറെഡി 150 കൊടുത്തു. ഇനി ഡി ഡ്രൈവും ഈ ഡ്രൈവും ഞാൻ ഈക്വലായിട്ടാണ് കൊടുക്കണത്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ MBനെ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എത്രയാണോ അതാണ് MBയിൽ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ കറക്റ്റ് ഈക്വലായിട്ട് കിട്ടും നമുക്ക്. നമ്മളിവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അപ്ലൈ കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഡ്രൈവ് വന്നു. ഇനി അതിനെ ജസ്റ്റ് ന്യൂ കൊടുത്ത് ജസ്റ്റ് അതിൽ തന്നെ വെച്ച് അപ്ലൈ കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എല്ലാ ഡ്രൈവുകളായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഫോർമാറ്റ് ചെയ്യുക. ഓരോ ഡ്രൈവായിട്ട് എടുത്തിട്ട് ഫോർമാറ്റ് കൊടുക്കാം കേട്ടോ. നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏത് ഡ്രൈവാണോ നമ്മൾ സി ഡ്രൈവ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ 150 ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കൊണ്ടുപോയി സെലക്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് കൊടുക്കാനായിട്ട്. നമ്മൾ ഏതിലാണോ വെച്ച് സെലക്ട് ചെയ്യണം അതിലേക്കാണ് വിൻഡോസ് ഇൻസ്റ്റാൾ ആവുക. അപ്പോൾ ഞാനത് 150 കൊണ്ടുപോയി വെച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം സമയം എടുക്കും. അപ്പോൾ കുറച്ച് സ്പീഡിൽ ഇട്ടേക്കണ കാരണം കൊണ്ടാണ് വേഗം ആവണത് കേട്ടോ. ഇനി നമ്മളിത് റീസ്റ്റാർട്ട് ആവണ സമയത്ത് പെൻഡ്രൈവ് നമ്മൾ ഊരണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ വീണ്ടും പെൻഡ്രൈവിൽ തന്നെ ബൂട്ടായിട്ട് വരും. സ്റ്റാർട്ടിങ് വിൻഡോസ് ഗെറ്റിംഗ് റെഡി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. വീഡിയോസ് ആദ്യമായിട്ട് കാണാനോട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ഉണ്ടാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ബൂട്ടായിട്ട് വരികയാണ്. ഇതിൽ ഇന്ത്യ എന്ന് കൊടുത്ത് യെസ് കൊടുത്തു, ഇംഗ്ലീഷ് ഇന്ത്യ കൊടുത്ത് യെസ് കൊടുത്ത് സ്കിപ്പ് ചെയ്തു. ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കണക്ട് ചെയ്യണില്ല. കണക്ട് ചെയ്യേണ്ടാത്തവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഷിഫ്റ്റ് എന്നുള്ള കീയും F10 എന്നുള്ള കീയും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഒരു കമാൻഡ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും.
അപ്പോൾ അതിലൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വൈഫൈ കൊടുക്കാതെ തന്നെ പോകാൻ പറ്റും. ഇപ്പോൾ വൈഫൈ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ തേന ഇതിൽ ക്യാപിറ്റൽ വേണമെന്നൊന്നുമില്ല, ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ക്യാപിറ്റൽ അടിക്കണമെന്ന് മാത്രം കേട്ടോ. OOBE/bypass/NRO അത് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. ഇത് ബൂട്ടായിട്ട് വരുന്നുണ്ട്. നമ്മളത് അപ്പോഴേ വൈഫൈ കൊടുത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഓപ്ഷൻ വരില്ല. ഇതിപ്പോൾ നമ്മൾ ഷിഫ്റ്റ് F10 അടിച്ച് കൊടുത്ത കാരണമാണ് വീണ്ടും ഇങ്ങനെ ഇംഗ്ലീഷ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ വിത്ത് ഇൻ്റർനെറ്റ് ലിമിറ്റഡ് സെറ്റപ്പ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് നമ്മളിത് യൂസർ എന്ന് ടൈപ്പ് ചെയ്തു. യൂസർ നെയിം ഞാൻ കൊടുക്കുന്നത് യൂസറാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസ്വേഡ് ഇപ്പോൾ കൊടുക്കുന്നില്ല, കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് അക്സെപ്റ്റ് ചെയ്ത് വിടാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഫോൾഡേഴ്സ് അതായത് ദിസ് PC, കൺട്രോൾ പാനൽ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് അതൊക്കെ ആവശ്യമുണ്ട്. ഏതൊക്കെ ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളത് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് ഇടില്ലേ, അപ്പോൾ അങ്ങനെ ഇടാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പറയുന്നത് മനസ്സിലാവില്ല, അതായത് ഭയങ്കര സ്പീഡായി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് സ്പീഡ് കുറവുണ്ട്, അതിൻ്റെയാണ് കേട്ടോ. അത്യാവശ്യം സമയം എടുക്കണ കേസാണിത്. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ എത്തി കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ഞെക്കിയിട്ട് പേഴ്സണലൈസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ തീംസ് എന്ന് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി. തീംസ് എടുത്തിട്ട് ഇതിൽ ഡെസ്ക്ടോപ്പ് ഐക്കൺ സെറ്റിങ്സ് എടുക്കുക. അവിടെ ഒരു പണി നടക്കണതിൻ്റെ സൗണ്ടാണ് കേട്ടോ. കൺട്രോൾ പാനൽ കൊടുത്തു, പിന്നെ ദിസ് PC അതൊക്കെ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു. ഇനി ജസ്റ്റ് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്നു. ഇനി ഇത് പ്രോപ്പർട്ടീസ് നോക്കാനായിട്ട് PC-യിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കണ്ട i5 11th ജനറേഷനാണ്, 16 GB മെമ്മറി ഉണ്ട്, വിൻഡോസ് 11 Pro ആണ്. ആക്ടിവേറ്റ് ആണോ നോക്കിയതാണ്. ആക്ടിവേറ്റ് അല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ വിൻഡോസ് നമ്മുടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്തിട്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ആക്ടിവേറ്റ് ആവും. ഒറിജിനൽ വിൻഡോസ് ആയതുകൊണ്ട് കേട്ടോ. ഒറിജിനൽ അല്ലാന്ന് വെച്ചാൽ നമ്മൾ ക്രാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതേ നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്, സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാണ് കേട്ടോ. ദിസ് PC-യിൽ പോയിട്ട് പ്രോപ്പർട്ടീസ് എടുക്കാം. താഴെ പോയിട്ട് നമ്മൾ ആക്ടിവേറ്റ് ചെക്ക് ചെയ്യണത് പ്രൊഡക്റ്റ് കീ ആൻഡ് ആക്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. വിൻഡോസ് ഒറിജിനലാണ്. ഇനി നമ്മൾ ഒന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്തിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർസാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നെറ്റ് കണക്ട് ചെയ്താണ് സ്ഥിതിക്ക് ഞാൻ മൈക്രോസോഫ്റ്റ് എഡ്ജ് ഓപ്പൺ ചെയ്യാണ്. അതിൽ നമ്മൾ ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഇതിൽ സ്റ്റാർട്ട് വിൻഡോസ് ഡാറ്റ കൊടുക്കാം, കൺഫേം ആൻഡ് സ്റ്റാർട്ട് ബ്രൗസിങ് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക, ഫിനിഷ് കൊടുക്കാം. അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ ക്രോം ഡൗൺലോഡിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാവർക്കും അറിയണ കാര്യമായിരിക്കും. ഗൂഗിൾ ക്രോം ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് കഴിഞ്ഞാൽ ഡൗൺലോഡ് ക്രോം കണ്ട അത് കൊടുത്താൽ മതി.
അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ദിസ് പി സിയിൽ പോയിട്ട് ഡൗൺലോഡ്സിലാണ് ഇതെടുക്കണേ. ഇവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യണവർക്ക് ചെയ്യാം. ഞാൻ അവിടെ പോയിട്ടാണ് ചെയ്യാറ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 കയറി വരണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ദിസ് പി സിയിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മുടെ ക്രോമിൻ്റെ സെറ്റപ്പ് ഫയൽ അതിൽ കിടക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ ജസ്റ്റ് നെക്സ്റ്റ് മോറൊക്കെ കൊടുത്ത് ഗോട്ടിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോം സെറ്റായിട്ടുണ്ട്. ഇനി ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് ഞാൻ അഡോബ് അക്രോബാറ്റ് റീഡർ ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ 2 ടിക്ക് അഡോബ് ജെന്യു എന്ന് പറഞ്ഞിട്ടും ഉള്ള ആഡുകളൊക്കെ കളഞ്ഞിട്ട് ഡൗൺലോഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് ഫയൽ ഇതാണ് അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യെസ് കൊടുക്കാം. അഡോബ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിനിഷ് കൊടുക്കാം കേട്ടോ. അഡോബ് അക്രോബാറ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ അഡോബ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് MS ഓഫീസാണ്. MS ഓഫീസ് വേറൊരു എക്സ്റ്റേണലായിട്ടുള്ളൊരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങളുടെ സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ആ സോഫ്റ്റ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് MS ഓഫീസ് ആദ്യം തന്നെ നമ്മുടെ ഡെസ്ക് ടോപ്പിലേക്ക് കോപ്പി ചെയ്യും. അത് MS ഓഫീസ് കോപ്പി ടു ഡെസ്ക് ടോപ്പിലേക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഡെസ്ക് ടോപ്പിൽ ഇതേന കിടക്കണു. ഇനി അത് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നെറ്റ് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്ത് സെറ്റപ്പ് ഫയൽ കൊടുത്ത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ ടിക്ക് ഇട്ടിട്ട് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നെറ്റ് കണക്ട് ചെയ്യുക. 2016 ഞാൻ MS ഓഫീസ് ചെയ്യുന്നത്. 2016 MS ഓഫീസ് ചെയ്യുമ്പോൾ ക്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് ഓൺ ആക്കണം. അപ്പോൾ ഞാനത് നെറ്റ് ഓൺ ആക്കിയിട്ട് ഇത് ഓഫീസ് ആക്ടിവേറ്റർ എന്നുള്ളതാണ് അതിൻ്റെ ക്രാക്ക്. അത് കോപ്പി ചെയ്തിട്ട് നേരെ നമ്മുടെ ദിസ് പി സിയിലെ C ഡ്രൈവില്ലേ അതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കണ്ടിന്യൂ കൊടുത്ത് അത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് അത് അവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. എന്നിട്ട് യെസ് കൊടുക്കാം. അപ്പോൾ വരുന്ന കമാൻഡ് ബോക്സിൽ ലാസ്റ്റ് യെസ് ഓർ നോ ചോദിക്കും അവർ. അപ്പോൾ അതിൽ യെസ് എന്ന് കൊടുക്കണതിൻ്റെ പകരം വൈ കൊടുത്തിട്ട് വൈ കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ആക്ടിവേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളിവിടെ എക്സൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സൽ വരും. അതിൽ നമ്മൾ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ നമ്മുടെ എക്സൽ വീടൊക്കെ കയ്യിൽ കിടക്കുന്നുണ്ടാവും. എന്നിട്ട് അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഷോ മോർ ഓപ്ഷനിൽ പോയിട്ട് സെൻഡ് ടു ഡെസ്ക് ടോപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡെസ്ക് ടോപ്പിക്ക് വരും. അതുപോലെ തന്നെ വേഡ് ഫയലും ഞാൻ അങ്ങനെ ആക്കുന്നുണ്ട് കേട്ടോ. ഷോ മോർ ഓപ്ഷനിൽ പോയിട്ട് സെൻഡ് ടു ഡെസ്ക് ടോപ്പ്. അപ്പോൾ വേഡ് എക്സൽ ഇപ്പോൾ ഡെസ്ക് ടോപ്പിൽ വന്നിട്ടുണ്ടാവും. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്തിട്ട് വേഡ് ഓപ്പൺ ചെയ്യുക. വേഡോ എക്സൽ ഏതായാലും കുഴപ്പമില്ല. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അക്യുമുലേറ്റർ കൊടുത്തിട്ട് അക്സെപ്റ്റ് കൊടുക്കാം. എന്നിട്ട് അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്തിട്ട് നോക്കിയിട്ട് ഫയലിൽ പോയിട്ട് അക്കൗണ്ട് എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റ് ആക്ടിവേറ്റഡ് എന്ന് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ MS ഓഫീസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമ്മൾ കോപ്പി ചെയ്തിട്ടേക്കണ MS ഓഫീസിൻ്റെ ഫയലില്ല ഡെസ്ക് ടോപ്പിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നത് വിൻറാറാണ്. വിൻറാർ ചെയ്യാൻ വീണ്ടും ഞാൻ എൻ്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് സോഫ്റ്റ് എന്നുള്ള ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ വിൻറാറിൻ്റെ അത് കണ്ട ആ ഒരു ഇത് കണ്ട അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം അടിയിലുള്ള വിൻറാർ X64 എന്നുള്ളത് ഓപ്പൺ ചെയ്യുക. യെസ് കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഇവിടെയും ISO എന്നുള്ളതും JR എന്നുള്ളതും ടിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ട് ഡൺ കൊടുക്കാം. എന്നിട്ട് ഈ വിൻറാർ എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ വരും. അതിൽ കൊണ്ടുപോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തായിരുന്നില്ലേ ആ ഫയൽ ഇവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. റീപ്ലേസ് ദി ഫയൽ ഇൻ ഡെസ്റ്റിനേഷൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കോപ്പി ചെയ്തതാണ് ഇവിടെ കോപ്പി ആയിട്ട് കിടക്കണമുണ്ട് സെലക്ട് ആയിട്ട്.
അപ്പോൾ നമ്മൾ WinRAR ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അഡോബ്, ഗൂഗിൾ ക്രോം, MS ഓഫീസ്, WinRAR ഒക്കെ ചെയ്തു. പിന്നെ ഏതെങ്കിലും ഒരു പ്ലെയർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇനി ടെമ്പററി ഫയൽ റിമൂവ് ചെയ്യാനായിട്ട് നമ്മളിത് വിൻഡോസിൻ്റെ കീയും ആറിൻ്റെ കീയും ഒരുമിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബോക്സ് വരും. അതിൽ ടെമ്പ് എന്ന് കൊടുത്താൽ മതി. ടെമ്പ് എന്ന് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്താൽ ഇതുപോലെ ടെമ്പററി ഫയൽ വരും. ഇത് Ctrl+A അടിച്ച് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് റീസൈക്കിൾ ബിന്നും റിമൂവ് ചെയ്യാം കേട്ടോ. റീസൈക്കിൾ ബിന്നും ഇതൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. Ctrl+A കൊടുത്ത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമ്മൾ ചെയ്യണത് നമ്മുടെ ഡ്രൈവർ, അതായത് ഡിസ്പ്ലേ ഡ്രൈവ് എടുത്തിട്ടുണ്ടോന്നൊക്കെയായിട്ട് ദിസ് PC-യിൽ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡിവൈസ് മാനേജർ ഓപ്പൺ ചെയ്താൽ മതിയേ. അപ്പോൾ അതിൽ ഡിസ്പ്ലേ അഡാപ്റ്റർ ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനും എടുത്തിട്ടില്ലെങ്കിൽ അവിടെ എന്താണോ കിടക്കണേ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് കണക്ട് ചെയ്യണേ. എന്നിട്ട് അപ്ഡേറ്റ് ഡ്രൈവർ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അപ്ഡേറ്റ് ആയിക്കോളും.